ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് +2 കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ അവരുടെ അക്കാഡമിക് ഇയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ അറിയിക്കാനാണ്. അതെ, ക്രിസ്മസ് എക്സാം ടൈം ടേബിൾ. ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ പബ്ലിഷ് ആയിട്ടുണ്ട്. നമുക്കറിയാം ഡിസംബർ ആണ്, ക്രിസ്മസ് ആണ്, വെക്കേഷൻ വരുന്നുണ്ടെന്ന്. ഈ വെക്കേഷൻ നമുക്ക് മനസ്സമാധാനമായിട്ട് ആസ്വദിക്കണമെങ്കിൽ അതിന് മുന്നോടിയായി വരുന്ന ഈ ക്രിസ്മസ് എക്സാം വളരെ വൃത്തിയായി നമ്മൾ പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കണം, അല്ലേ? എക്സാം ഡേറ്റ് പബ്ലിഷായി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ടൈമിന് അഥവാ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള നമ്മുടെ പ്രിപ്പറേഷൻസ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്നാണ്. ഡിസംബർ 9 തിങ്കളാഴ്ച തുടങ്ങുന്ന എക്സാം ഡിസംബർ 19 വ്യാഴാഴ്ചയാണ് കഴിയുന്നത്. ഇതിനിടയ്ക്ക് നമുക്ക് ആകെ കിട്ടുന്നത് ഒരേ ഒരു വീക്കെൻഡാണ്. ശനി ഞായർ ദിവസം ഒരൊറ്റ വീക്കെൻഡ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം കണ്ടിന്യൂസ് എക്സാമാണ് വരുന്നത്. ഇനി ഏതൊക്കെയാണ് ദിവസങ്ങൾ, ഏതൊക്കെയാണ് സബ്ജക്ട്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ മെയിൻലി പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് രാവിലെ തന്നെയാണ് എക്സാം. ഉച്ചയ്ക്ക് ശേഷമല്ല, രാവിലെ തന്നെയാണ് എക്സാം. ഓരോ ദിവസവും ഏതാണ് സബ്ജക്റ്റ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, 9, 10, 11 തീയതികളിൽ ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ എക്സാം ആയിരിക്കും. അതായത് 9-ാം തീയതി സോഷ്യോളജി ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് സോഷ്യോളജി എക്സാം ആയിരിക്കും. 10-ാം തീയതി സ്റ്റാറ്റിസ്റ്റിക്സ് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം ആയിരിക്കും. 11-ാം തീയതി ബുധനാഴ്ച മാത്തമാറ്റിക്സ് ചൂസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് എക്സാം ആയിരിക്കും. 12-ാം തീയതി വ്യാഴാഴ്ച മാത്തമാറ്റിക്സ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ 12-ാം തീയതി ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമാണ് വരുന്നത്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാ ദിവസവും രാവിലെ തന്നെയാണ് എക്സാം. 13-ാം തീയതി വെള്ളിയാഴ്ച അക്കൗണ്ടൻസിയാണ് എക്സാം വരുന്നത്. നമുക്ക് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമുക്ക് ഇതിനിടയ്ക്ക് ഒരൊറ്റ വീക്കെൻഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് ഓരോ എക്സാമിനും തലേ ദിവസമോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡേയ്സിൽ പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അതിനർത്ഥം എന്താണ്? നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കണം ഓരോ എക്സാമിനും വേണ്ടി. ജസ്റ്റ് റിവൈസ് ചെയ്യാനുള്ള സമയം മാത്രമേ നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. ഓരോ ദിവസവും നമുക്ക് കണ്ടിന്യൂസ് എക്സാം വരുന്നുണ്ട്. അപ്പോൾ 13-ാം തീയതി വെള്ളിയാഴ്ച നമുക്ക് അക്കൗണ്ടൻസി എക്സാം കഴിഞ്ഞാൽ 14, 15 ശനി ഞായർ ദിവസങ്ങൾ നമുക്ക് അവധി കിട്ടുന്നു. തിങ്കളാഴ്ച 16-ാം തീയതി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാമാണ് വരുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചൂസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് തിങ്കളാഴ്ച 16-ാം തീയതി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാം ആയിരിക്കും. 17-ാം തീയതി ചൊവ്വാഴ്ച നമുക്ക് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആയിരിക്കും. ബുധനാഴ്ച 18-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് എക്സാം ആയിരിക്കും. 19-ാം തീയതി വ്യാഴാഴ്ച നമുക്ക് എക്കണോമിക്സിൻ്റെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള എക്കണോമിക്സിൻ്റെ എക്സാമാണ് 19-ാം തീയതി വരുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, 9-ാം തീയതി തുടങ്ങി 19-ാം തീയതി കഴിയുന്ന എക്സാമിൽ നമുക്ക് ആകെ ഒരു വീക്കെൻഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. അത് അക്കൗണ്ടൻസി എക്സാമിന് ശേഷമാണ്, അക്കൗണ്ടൻസി മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടൻസി എക്സാമിന് ശേഷമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും നമുക്ക് കണ്ടിന്യൂസ് എക്സാം വരുന്നത് കൊണ്ട് തന്നെ ഓൾറെഡി പറഞ്ഞതുപോലെ പ്രിപ്പയർഡ് ആയിരിക്കണം നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട്. ഡിസംബർ 9 ആവാൻ ഇനി അധികം സമയമില്ല. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ വളരെ വലിയ പോർഷൻസ് തീർക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ ഗൈഡൻസ് കിട്ടണം. അതെ, ട്രിപ്പിൾ കൊമേഴ്സ് അക്കാഡമി ഈ കഴിഞ്ഞ നവംബർ 16 മുതൽ ഡിസംബർ 8-ാം തീയതി വരെ ലൈവ് റിവിഷൻ മാരത്തോൺ നടക്കുന്നുണ്ട്. ട്രിപ്പിൾ +1, +2 യൂട്യൂബ് ചാനൽ ഇതുവരെ കഴിഞ്ഞ എല്ലാ വീക്കെൻഡ്സിലെയും ലൈവ് സെഷൻ്റെ വീഡിയോസ് അവൈലബിൾ ആണ്. ഇനി 8-ാം തീയതി വരെയുള്ള എല്ലാ വീക്കെൻഡ്സിലും നമുക്ക് ലൈവ് റിവിഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും മാക്സിമം ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള പോർഷൻസ് വളരെ കൃത്യമായി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.